ഇന്ന് വൈകിട്ട് 3 മണി മുതൽ സംസ്ഥാനത്തെ എല്ലാ ശ്രദ്ധയും പത്തനംതിട്ട കോന്നിയിലെ പാറമടയിലുണ്ടായ അപകടത്തിലേക്കായിരുന്നു. ആ അപകടത്തിൽ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ കുടുങ്ങിക്കിടന്നു. മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ മുകളിലേക്ക് വലിയ രീതിയിലുള്ള പാറകൾ വന്ന് വീണ് ആ 2 മനുഷ്യജീവനും എന്ത് പറ്റുമെന്നുള്ള ഉത്കണ്ഠയായി. പല രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ നോക്കി. NDRF അടക്കമുള്ള സംഘത്തിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തി. പക്ഷേ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നു. ഹിറ്റാച്ചി ഉപയോഗിച്ച് പാറക്കല്ലുകൾ മാറ്റിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. 2ാമത്തെ ആൾക്കായുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഒരാൾ ഒഡീഷ സ്വദേശിയും ഒരാൾ ഏത് സംസ്ഥാനക്കാരനാണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നതിന് വേണ്ടി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ബനേഷ്, 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ, ഒരു ബീഹാർ, ഒരു ഒഡീഷ സ്വദേശികളായിട്ടുള്ള 2 പേരാണ് അപകടത്തിൽ പെട്ടിരുന്നത്. നിലവിൽ 2 പേരും മരിച്ചു എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു. 2ാമത്തെ ആളുടെ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്താൻ വേണ്ടി ഇരുന്നിരുന്നത്. എന്നാൽ ആ രക്ഷാപ്രവർത്തനം അല്ല, 2ാമത്തെ ആളുടെ മൃതദേഹം കൂടി പുറത്തെടുക്കാനുള്ള ദൗത്യം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. തിരുവല്ലയിൽ നിന്നുള്ള NDRF സംഘം എത്തുന്നതിന് മുൻപ് തന്നെ ഈ പ്രവർത്തികൾ ആരംഭിച്ചു. നമ്മൾ ദൃശ്യത്തിൽ കണ്ടതുപോലെ തന്നെ ഹിറ്റാച്ചി അടക്കമുള്ള പാറ ഇടിഞ്ഞു വീണ ഒരു തട്ടും ആ തട്ടിന് താഴെ ഇത്തരത്തിൽ കൂടുതൽ പാറയുടെ കഷ്ണങ്ങൾ ഇടിഞ്ഞു വീണിരുന്ന തൊട്ട് താഴെയുള്ള ഒരു തട്ടും ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ആദ്യത്തെ ആളുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഹിറ്റാച്ചി ഇരിക്കുന്ന ഭാഗത്തേക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത ഒരു അപകടാവസ്ഥ നിലനിന്നിരുന്നു. അതിന് താഴെയുള്ള തട്ടിൽ പാറക്കഷ്ണങ്ങൾക്കിടയിൽ നിന്ന് 2 കാലുകൾ പുറത്ത് കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒരാളുടെ മൃതദേഹം ലഭിച്ചത്. ഇത് ഈ ഡ്രൈവറുടെ അല്ല, ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്റർക്കൊപ്പം ഉണ്ടായിരുന്ന സഹായിയുടെ മൃതദേഹമായിരിക്കാനാണ് സാധ്യത എന്നാണ് രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഫയർഫോഴ്സിൻ്റെ പ്രത്യേക ടാസ്ക് ഫോഴ്സ് അടക്കം പറഞ്ഞത്. രക്ഷാപ്രവർത്തനത്തിനായി NDRF സംഘം എത്തുമ്പോഴേക്കും തന്നെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുകയാണ് എന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. സമയം വൈകിയതോടെ വീണ്ടും പാറ ഇടിയാനുള്ള സാധ്യത കൂടുതലായിരുന്നു. മാത്രമല്ല, ഈ മണ്ണ് നീക്കുന്നതിനും അതുപോലെ തന്നെ പാറ നീക്കുന്നതിനുമുള്ള പ്രവർത്തികൾ നടത്തുന്നതിനിടയ്ക്ക് തന്നെ 2 തവണ പാറ ഇടിഞ്ഞു വീഴുകയും ചെയ്തു. ആ ഒരു അപകട സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചത്. ഈ ഹിറ്റാച്ചിയും അതിന് താഴെയും ഉണ്ടായിരുന്ന വലിയ പാറക്കഷ്ണങ്ങളിലൊന്ന്, നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കണ്ട ആ വലിയ പാറക്കഷ്ണങ്ങളിലൊന്ന് ഈ രക്ഷാപ്രവർത്തനത്തിനിടെ നിരങ്ങി വീണ്ടും താഴേക്ക് പതിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ പാറ പതിച്ചതിനൊപ്പം ഉണ്ടാകുന്ന പൊടിപടലങ്ങളും വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. മാത്രമല്ല, ഇപ്പോൾ നേരം വൈകിയതോടെ ചെറിയ രീതിയിൽ ഒരു മഴ അവിടെ ഉണ്ട്. അതോടൊപ്പം ഈ ഈർപ്പവും മഴയും രക്ഷാപ്രവർത്തനത്തിന് വിഘാതം സൃഷ്ടിച്ചിരുന്നു. അതോടൊപ്പമാണ് 2 തവണ പാറ വീണ്ടും ഇടിയ കൂടി ചെയ്തത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഈ പാറ നീക്കുന്നത് കൂടുതൽ അപകടകരമാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ മറ്റ് അവിടെ എത്തിയിട്ടുള്ള ടാസ്ക് ഫോഴ്സിൻ്റെയും അംഗങ്ങളുടെ ജീവൻ കൂടി അപകടത്തിലാക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും എന്ന് ആ ഒരു വിലയിരുത്തലിൻ്റെ പുറത്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു പാറ നീക്കുന്നതിനുള്ള ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. ഈ ഹിറ്റാച്ചി ഇരിക്കുന്ന ആ തട്ടിലേക്ക് എത്താൻ തൊട്ടുമുകളിൽ നിന്ന് കയറുകൾ ഘടിപ്പിച്ച് ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അതിനിടയിലാണ് ആദ്യ തവണ ഈ വീണ്ടും നിരങ്ങി വീണത്. അതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഫയർഫോഴ്സിൻ്റെ പ്രത്യേക ദൗത്യ സംഘത്തിലെ ആളുകളാണ് ഇത്തരത്തിൽ ഏറ്റവും മുകളിലുള്ള ഉറപ്പുള്ള ഒരു ഭാഗം കണ്ടെത്തി അവിടെ കയറുകൾ ഘടിപ്പിച്ച് താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചിരുന്നത്. എന്നാൽ ആ ശ്രമത്തിനിടയിലാണ് ഇത്തരത്തിൽ പാറ താഴേക്ക് വീഴുന്നതും വലിയ രീതിയിൽ പൊടിപടലങ്ങൾ ഉണ്ടാകുന്നതും. അതേ തുടർന്ന് ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തി. ആ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഹിറ്റാച്ചി പൂർണ്ണമായും പാറയ്ക്കടിയിൽ ചളുങ്ങിപ്പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ പാറയ്ക്കടിയിൽ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഹിറ്റാച്ചി ഉള്ളത് എന്ന് കണ്ടെത്തിയത്. ആ ഒരു സാഹചര്യത്തിൽ ക്യാബിനുള്ളിലാണ് ഈ ഒരു ഓപ്പറേറ്റർ ഉണ്ടായിരുന്നത് എങ്കിൽ ആ തൊഴിലാളി ജീവനോടെ
സർവൈവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിജീവിക്കാനുള്ള സാധ്യത ഇല്ല എന്നൊരു വിലയിരുത്തലിൽ എത്തുകയായിരുന്നു. ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഹിറ്റാച്ചിയുടെ ഏറ്റവും മുകളിൽ ഒരു പാളി അല്ലാതെ മറ്റൊന്നും തന്നെ പുറത്ത് കാണാനുണ്ടായിരുന്നില്ല. മാത്രമല്ല ആ പാറക്കഷ്ണങ്ങളുടെ കിടപ്പും അതിൻ്റെ ഉയരവും വെച്ച് ഹിറ്റാച്ചി പൂർണ്ണമായും നിലത്തേക്ക് അമർന്ന് അല്ലെങ്കിൽ തകർന്ന് ചുരുങ്ങിപ്പോയ അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ആളും മരിച്ചിരിക്കാൻ ഉള്ള സാധ്യത ആ ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു നിഗമനത്തിലേക്ക് തന്നെ എത്തുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ മൃതദേഹം പുറത്തെടുക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ ഈ നേരം ഇരുട്ടിയതോടെ ഈർപ്പത്തിനൊപ്പം മഴയുടെ ഒരു ചെറിയ രീതിയിൽ മഴ പെയ്യാൻ കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പാറകൾക്ക് മുകളിൽ ഈ ഒരു വഴുക്കലിൻ്റെ കൂടി പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ട് പോകുന്നത് അതീവ ദുഷ്കരമാണ്. മാത്രമല്ല കൂടുതൽ ആളുകളുടെ ജീവന് കൂടി അത് ഭീഷണിയാണ് എന്നുള്ളതിനാലാണ് ഇപ്പോൾ ഈ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നത്. NDRF സംഘം സ്ഥലത്ത് എത്താനായി എന്നുള്ളൊരു അറിയിപ്പ് ലഭിച്ചപ്പോൾ തന്നെ ക്രെയിൻ അടക്കമുള്ള സാമഗ്രികൾ കുറെ കൂടി ഈ ഒരു അപകട സ്ഥലത്തിന് കുറെ കൂടി അടുത്തേക്ക് എത്തിച്ചിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് തന്നെ പാറക്കഷ്ണങ്ങൾ ഉയർത്തുകയും അതിനടിയിൽ നിന്ന് മൃതദേഹം രാത്രിയോടുകൂടി തന്നെ പുറത്തെടുക്കുകയും ചെയ്യാം എന്നുള്ളൊരു നിഗമനത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ തന്നെയായിരുന്നു ദൗത്യസംഘം ആദ്യം ഉണ്ടായിരുന്നത്. ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ രണ്ടാമത്തെ മൃതദേഹവും പുറത്തെടുക്കണം എന്ന് തന്നെയായിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുടെയും എല്ലാം തീരുമാനം. എന്നാൽ ആ ക്രെയിൻ അടുത്തേക്ക് എത്തിക്കുമ്പോഴേക്കും തന്നെ ഈർപ്പവും അതുപോലെ തന്നെ പാറ ഇടിയുന്നതും ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന പുതിയ ദൃശ്യം അത് ഈ അപകടം നടക്കുന്നതിൻ്റെതാണോ അതോ അതിനുശേഷം ഉള്ള ദൃശ്യങ്ങളാണോ എന്ന് പ്രേക്ഷകർക്ക് സംശയമുണ്ടാവും. ബനേഷ്, നിലവിൽ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യത്തിൽ നിന്ന് നമുക്ക് കാണാം നേരം ഇരുട്ടിയതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ്. അത് അപകടം നടന്നത് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ്. നമുക്ക് നിലവിൽ ദൃശ്യത്തിൽ കാണാം മേഘാവൃതമായ ആകാശമാണ്, മഴക്കാറുണ്ട്, നേരം ഇരുട്ടിയ ഒരു ദൃശ്യമാണ്. ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ആദ്യത്തെ മൃതദേഹം കണ്ടെടുത്തതിന് ശേഷം വീണ്ടും ഒരു തവണ കൂടി പാറകൾ ഇടിഞ്ഞു വീണിരുന്നു. ആ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ തവണ പാറ ഇടിയുമ്പോഴും ഏറെ നേരത്തേക്ക് ആ പ്രദേശം മുഴുവൻ പൊടിപടലങ്ങളിൽ മൂടുന്നുണ്ടായിരുന്നു. വലിയൊരു ഭാഗം തന്നെ പൂർണ്ണമായും പൊടി നിറയുന്നൊരവസ്ഥയാണ് ഓരോ തവണ പാറ ഇടിഞ്ഞു വീഴുമ്പോഴും ഉണ്ടാകുന്നത്. ഇതില് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ഈ പ്രവർത്തകർക്ക് രക്ഷാദൗത്യം നടത്താൻ കഴിയാത്ത രീതിയിൽ ഇടയ്ക്കിടെ പാറ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലും ഈ രക്ഷാപ്രവർത്തനത്തിനിടെ പാറ ഇടിഞ്ഞതിൻ്റെ പൊടിപടലങ്ങൾ പടരുന്നതിൻ്റെ ഭീകരമായ ദൃശ്യമാണ്. അതിൽ തന്നെ മറ്റൊരു ദൃശ്യം കൂടി, ശബ്ദസഹിതമുള്ളൊരു ദൃശ്യം കൂടി നമ്മൾക്കൊന്ന് കണ്ടതിന് ശേഷം തിരികെ എത്താം. അവിടെ കാണാൻ കൊണ്ട് വണ്ടി ഇറക്കിയിട്ട് ഇറക്കിയവൻ്റെ അവസ്ഥ എന്തായാലും ചോദിക്കും. അതുല്യ, ഇങ്ങനെ ഇടയ്ക്കിടെ വീണ്ടും പാറ പൊടിഞ്ഞ് അടർന്ന് വലിയ രീതിയിൽ വീഴുന്ന ഒരു ഇടത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നത് പോലും അപകടകരമാണ്. അതുകൊണ്ട് നാളെ രാവിലെ 7 മണിക്ക് രണ്ടാമത്തെ തൊഴിലാളിക്കായിട്ടുള്ള തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ആ രീതിയിൽ നാളെ രാവിലേക്കാണ് എല്ലാം മാറ്റിവെച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായും ബനേഷ്, നേരത്തെ ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഫ്ലഡ് ലൈറ്റുകളും അതുപോലെ തന്നെ ജനറേറ്റർ സംവിധാനവും അവിടെ എത്തിച്ചിരുന്നു. രാത്രി ഏറെ വൈകിയാലും ഒരു തിരച്ചിൽ നടത്താം എന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. അതിൻ്റെ ഭാഗമായാണ് ഫ്ലഡ് ലൈറ്റുകൾ അവിടെ എത്തിക്കുക മാത്രമല്ല ഫ്ലഡ് ലൈറ്റുകൾ അവിടെ സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തിയാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ജനറേറ്റർ സംവിധാനം ഒരുക്കിയിരുന്നു. ക്രെയിനുകൾ ഏതാണ്ട് അടുത്തേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഈ രണ്ടാമത്തെ പാറ ഇടിഞ്ഞു വീഴുന്ന ഒരു സംഭവം ഉണ്ടായത്. അത് ഈ നേരത്തെ തന്നെ വീണിരിക്കുന്ന പാറ കൂടുതൽ നിരങ്ങി താഴേക്ക് വീഴാൻ കൂടി അതൊരു കാരണമായി. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകർ ഒരു പക്ഷേ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ദൗത്യം വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അവർ ഉണ്ടായിരിക്കേണ്ട ഒരിടത്തേക്കാണ് ഇത് മറിഞ്ഞ് വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദൗത്യം നിർത്തിവെക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. മാത്രമല്ല ഈർപ്പം
ഈർപ്പം കൂടുന്നതിനനുസരിച്ച് പാറ കൂടുതൽ നിരങ്ങി താഴെ വീഴാനും കൂടുതൽ പാറ ഇടിയാനും അതോടൊപ്പം തന്നെ നിലവിൽ ഇടുങ്ങി വീണിരിക്കുന്ന പാറ കഷ്ണങ്ങളും അവശിഷ്ടങ്ങളും വഴുതിയോ അല്ലെങ്കിൽ നിരങ്ങിയോ വീണ്ടും താഴെ വീഴാനുമുള്ള സാധ്യത കൂടുതലാണ്. ഇനി നേരം വൈകും തോറും ഈർപ്പം വർദ്ധിച്ചു വരികയാണ് ഉള്ളൂ. അതുപോലെ തന്നെ മഴ കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ആർദ്രതയും ഈർപ്പവും കൂടുതൽ വർദ്ധിക്കും. അത് വീണ്ടും പാറ ഇടിയുന്നതിന് കാരണമാകും എന്നാണ് സ്ഥലം പരിശോധിച്ച ശേഷം റവന്യൂ വകുപ്പ് അടക്കം വ്യക്തമാക്കിയത്. അതേ തുടർന്ന് നടത്തിയ അതിനുശേഷം ഒരു കൂടിയാലോചനയിലാണ് ജില്ലാ കളക്ടറും റവന്യൂ വകുപ്പും ചേർന്ന് നടത്തിയ ഒരു കൂടിയാലോചനയിലാണ് ഇന്നത്തേക്ക് ഈ ദൗത്യം നിർത്തിവെക്കാം, നാളെ രാവിലെ ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഏറ്റവും നേരത്തെ പ്രായോഗികമായിട്ടുള്ള ഒരു സമയത്ത് തന്നെ ദൗത്യം പുനരാരംഭിക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തിയത്. നിലവിൽ രാവിലെ 7 മണിയോടുകൂടി തന്നെ രണ്ടാമത്തെ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തുന്നതിനായുള്ള പ്രവർത്തികൾ ആരംഭിക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 7 മണിക്ക് ദൗത്യം ആരംഭിക്കുമ്പോഴും ഇത്തരത്തിൽ മഴ ഒരു ഘടകമായി തന്നെ നിൽക്കുന്നുണ്ട്. മഴ പെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും അവിടെ യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് എത്ര ചെറിയ മഴയും ആയിക്കൊള്ളട്ടെ, വളരെ ചെറിയ മഴയോ വളരെ ചെറിയ കാറ്റോ ആണെങ്കിൽ പോലും ആ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള പ്രവൃത്തിയും ചെയ്യാൻ കഴിയില്ല. നിലവിൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ 8 മണി അല്ലെങ്കിൽ ഈ ദൗത്യം ആരംഭിച്ചതിന് ശേഷം ആദ്യത്തെ തവണ പാറ ഇടുങ്ങിയതിന് ശേഷം ഈ ഒരു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ ഈ ഒരു മണിക്കൂറുകൾക്കിടയിൽ തന്നെ ഏതാണ്ട് 5 തവണയെങ്കിലും പല തവണയായി പാറ കഷ്ണങ്ങൾ താഴേക്ക് വീഴുകയും പാറ ഇടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ വ്യക്തമാക്കിയത്. അത്തരത്തിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 5-6 തവണ പാറ ഇടുങ്ങി വീണ ഒരു സ്ഥലത്ത് മഴ പെയ്യുമ്പോൾ യാതൊരു കാരണവശാലും ഒരു പ്രവൃത്തിയും നടത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സിൻ്റെ പ്രത്യേക ടാസ്ക് ഫോഴ്സും NDRF സംഘവും അവിടെ ക്യാമ്പ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 7 മണിക്ക് വീണ്ടും ഈ ഒരു പ്രവർത്തികൾ പുനരാരംഭിക്കും. ക്രെയിൻ ഉപയോഗിച്ചും അതുപോലെ തന്നെ പ്രത്യേകതരം റോപ്പ് ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങിയും കല്ലുകൾ മാറ്റാനായിരിക്കും ശ്രമിക്കുക. ശരി, പത്തനംതിട്ട കോന്നിയിലെ പയ്യനാമടയിൽ പാറമടയിൽ വലിയ രീതിയിലുള്ള ഒരു അപകടമുണ്ടായിരിക്കുന്നു. 2 ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നു. അടുത്ത വ്യക്തിയുടെ അന്വേഷണം രക്ഷാപ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു. നാളെ രാവിലെ 7 മണിക്ക് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് കാണുന്നത് പോലെ അതിശക്തമായ രീതിയിലാണ് മുകൾ തട്ടിൽ നിന്ന് പാറകൾ ഇടിഞ്ഞു വീണിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പാറമടയിൽ പുതിയ സ്ഫോടനം നടത്തി പാറ പൊട്ടിക്കാൻ വേണ്ടി ഉള്ള വഴി ഒരുക്കുന്നതിന് വേണ്ടി ഹിറ്റാച്ചി ഉപയോഗിച്ച് അതിനകത്തിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന 2 ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഹിറ്റാച്ചിക്ക് മുകളിലേക്കാണ് ഈ പാറമട തകർന്ന് വീണിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു പാറമട പിളർന്ന് താഴേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന മാരകമായ പൊടിപടലങ്ങൾ അടക്കം ആ ഹിറ്റാച്ചിക്കകത്ത് കയറുമ്പോൾ ശ്വാസം മുട്ടി തന്നെ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനും പുറമെയാണ് വലിയ രീതിയിലുള്ള പാറകൾ സ്വന്തം ശരീരത്തിലേക്കും ഈ വാഹനത്തിന് മുകളിലേക്കും അട്ടിയായി വന്ന് വീണ് ശ്വാസം മുട്ടിയും അല്ലാതെയുമുള്ള മരണത്തിന് സാധ്യതയുള്ളത്. NDRFിൻ്റെ സംഘം അവിടെയുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അതീവ ദുഷ്കരമാണ്. ഇടയ്ക്കിടെ പാറ ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. നാളെ രാവിലെ 7 മണിക്ക് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും. അതുല്യ രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. രാത്രിയിലെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടത്.